ഒരർത്ഥമാണ് കേൾക്കെടുത്ത് കൊടുത്തത്. അതെടുത്ത് ഇങ്ങനെ വായിക്കുക, കാര്യമായിട്ടൊരു പേജ് വായിച്ചിന് എന്തായാലുള്ളതെന്ന് സുഹൃത്ത് ചിന്തിച്ചില്ല. അതിൽ പറഞ്ഞ് മുഹിബ് എന്നുള്ള അർത്ഥം മൂപ്പരെടുത്ത് ധരിച്ചു. ഈ നാസിർ പറ്റൂല എന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. നാസിർ പറ്റുമെന്ന് ഇമാം റാസി പറയുന്നു, ബഹുമാൻ അബൂ ഹയ്യാൻ പറയുന്നു, പല പണ്ഡിതന്മാരും പറയുന്നു. ഇവരൊന്നും ഒരിക്കലും തന്നെ തള്ളിക്കളയാമെന്നുള്ള വ്യാമോഹം പറ്റുകയില്ല. പിന്നെ ഇവിടെ ഇമാം റാസി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ നാസിറെ മുഹിബിനെ പറ്റുള്ളൂ എന്നോട് ഇമാം റാസി ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് മുമ്പും ശേഷം വായിച്ചാൽ മനസ്സിലാവാം. ഏതാവത് വായിച്ചിട്ടായിരുന്നോ? മനസ്സിലാവാൻ അവിടെ ഇരിക്കേണ്ടിയിരുന്നല്ലോ. ഏതാണ് മുമ്പ് ശേഷം എതിരാകുന്നത്? ഞാൻ വായിച്ചു, ഞങ്ങൾക്ക് തെളിവാ ഭാഗം ഞങ്ങൾ വായിച്ചു. ഇതിന് മുഹാറ് വരുന്ന ഭാഗം, മനക്ക് വരുന്ന ഭാഗം എടുത്തു വായിക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് പറഞ്ഞു തങ്ങളിലേക്ക് ഞാൻ ചെന്നു. ഇവിടെ ഞാൻ പറഞ്ഞു ചെന്നു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ചെന്ന് സഹായം ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സുഹൃത്ത് ആദ്യം പറഞ്ഞത് അത്തൈത്തിന്റെ റസൂലുള്ളാഹിക്ക് ചെന്നാണ് മുമ്പ് ചോദിച്ചത്, അവര് ചോദിച്ചില്ല. എന്താ അതിന് അർത്ഥത? അത്തൈത്തിന്റെ മുമ്പ് അർത്ഥം വെക്കുക. റസൂലുള്ളാഹി അടുത്ത് ചെന്നാണ് ചോദിച്ചത്, അതിനാണ് അടുത്ത് എന്ന് ചോദിച്ചത് അർത്ഥം വെക്കല്. ദൂരം ചോദിച്ചിട്ടില്ലല്ലോ, അടുത്ത് തന്നെ ചോദിച്ചത്. അപ്പൊ തന്നെ മനസ്സിലായത് അടുത്ത് തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. അതെ, അത് ഞങ്ങൾ പറഞ്ഞത് അടുത്ത് തന്നെ ചോദിക്കാറുണ്ട്. നിങ്ങളിപ്പോൾ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചു. ഇൻഷാ അല്ലാഹ് ചർച്ച തുടരുമ്പോൾ ബാക്കിയുള്ളതും അംഗീകരിക്കുമെന്ന് നാം പ്രത്യാശിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ബഹ്റുമായിട്ട് നാം എടുത്തു വായിച്ചു. ഇവിടെ പറഞ്ഞത് മരിച്ചുപോയ ആളുകൾ പെടുന്നു,